IIT-കളടക്കം ഇന്ത്യയിലെ പ്രമുഖ പ്രീമിയർ സ്ഥാപനങ്ങളിൽ ഡിസൈൻ കോഴ്സ് പഠിക്കുന്നതിനുള്ള അവസരങ്ങളും സാധ്യതകളും ലഭ്യമായ കോഴ്സുകളും യൂണിവേഴ്സിറ്റികളെല്ലാം നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. ആ ഒരു വീഡിയോയിൽ ഇത്തരം കോഴ്സുകൾക്ക് പ്രവേശന പരീക്ഷകളായ UCEED അതുപോലെ തന്നെ SEED എന്ന 2 പരീക്ഷകൾ എഴുതണമെന്നതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ അഥവാ UCEED അതുപോലെ തന്നെ SEED അഥവാ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ ഡിസൈൻ എന്ന 2 പ്രവേശന പരീക്ഷകളുടെ പറ്റിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ 2 പ്രവേശന പരീക്ഷകളിൽ UCEED ബിരുദതലത്തിലുള്ള പ്രവേശന പരീക്ഷയും SEED മാസ്റ്റേഴ്സ് തലത്തിലും അതുപോലെ തന്നെ PhD തലത്തിലുമുള്ള കോഴ്സുകൾക്കുള്ള പ്രവേശന പരീക്ഷ കൂടിയാണ്. ഈ 2 പ്രവേശന പരീക്ഷകൾക്കും ബാധകമായേക്കാവുന്ന ചില പൊതുവായ വ്യവസ്ഥകളാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. ഒന്നാമതായി, യോഗ്യതാ പരീക്ഷകളായതിനാൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് മാത്രം നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം കിട്ടുകയില്ല. അതിന് ബോംബെ IIT അടക്കം പഠന സൗകര്യമുള്ള സ്ഥാപനങ്ങളിലെ നോട്ടിഫിക്കേഷൻ സമയബന്ധിതമായി നമ്മൾ വിലയിരുത്തി ശ്രദ്ധിച്ച് യഥാസമയം തന്നെ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി, UCEED SEED പരീക്ഷകൾ ഒക്ടോബർ 31 വരെ ഓൺലൈനായിട്ട് നമുക്ക് അപേക്ഷിക്കാനാവും. അപേക്ഷാ ഫീ 4000 രൂപയാണ്. എല്ലാ വിഭാഗങ്ങളിലെയും പെൺകുട്ടികളും പട്ടിക അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാരും 2000 രൂപ അടച്ചാൽ മതിയാകും. സർവീസ് ചാർജിന് പുറമെ ഈ പറയപ്പെട്ട ഫീസുകൾ. ലേറ്റ് ഫീ 500 രൂപ കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ നവംബർ 7 വൈകിട്ട് 5 വരെയും അപേക്ഷ സ്വീകരിക്കുന്നതാണ്. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, 3 മണിക്കൂർ നേരത്തെ പൊതു എൻട്രൻസ് പരീക്ഷ 2026 ജനുവരി 18 ഞായറാഴ്ച രാവിലെ 9 മുതൽ 12 വരെ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കോയമ്പത്തൂർ, ബംഗളൂരു, ചെന്നൈ, മുംബൈ, ഡൽഹി അടക്കം 27 കേന്ദ്രങ്ങളിൽ നടത്തപ്പെടും. ഇഷ്ടപ്പെട്ട 3 കേന്ദ്രങ്ങൾ മുൻഗണനാക്രമത്തിൽ നമുക്ക് അപേക്ഷയിൽ തന്നെ കാണിക്കാവുന്നതാണ്. UCEED പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രവേശനം നേടിയെടുക്കാവുന്ന സ്ഥാപനങ്ങൾ നമുക്ക് ആദ്യമായി പരിചയപ്പെടാം. ജബൽപൂരിലെ IIITDM അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിംഗ്, അതുപോലെ തന്നെ ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ഗുവാഹത്തി, ഇൻഡോർ, റൂർക്കി തുടങ്ങിയ 6 IIT-കളിലും UCEED സ്കോർ വഴി നമുക്ക് പ്രവേശനം നേടാവുന്നതാണ്. മറ്റ് പല പ്രമുഖ സ്ഥാപനങ്ങളും പ്രവേശനത്തിന് UCEED സ്കോർ ഉപയോഗിക്കുന്നുണ്ട്. ഈ 36 സ്ഥാപനങ്ങളുടെയും ലിസ്റ്റ് UCEED വെബ്സൈറ്റിലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന ലിങ്കിൽ ലഭ്യമാണ് താനും. UCEED പ്രവേശന പരീക്ഷയ്ക്ക് ഉള്ള യോഗ്യതയാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുന്നത്. ഏതെങ്കിലും വിഷയങ്ങളെടുത്ത് 2025-ലോ 2026-ലോ +2 അല്ലെങ്കിൽ തുല്യ പരീക്ഷ ആദ്യ ചാൻസിൽ ജയിച്ചവർക്ക് മാത്രമാണ് ഈ പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനാവുക. AICTE അംഗീകാരമുള്ള 3 വർഷ ഡിപ്ലോമക്കാർക്കും പരീക്ഷ എഴുതാമെങ്കിലും സ്ഥാപനങ്ങളിലെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും അവരുടെ BDS പ്രവേശനം. ജനനത്തീയതി 2001 ഒക്ടോബർ 1 മുമ്പാകാനും പാടില്ല. പട്ടിക അല്ലെങ്കിൽ ഭിന്നശേഷി വിഭാഗക്കാർക്ക് 5 വയസ്സ് വരെ കൂടുതലാകാം. തുടർച്ചയായി 2 തവണ മാത്രമേ UCEED എന്ന പരീക്ഷ എഴുതാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്കോറിന് 1 വർഷത്തെ സാധ്യത മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ. 3 മണിക്കൂർ ദൈർഘ്യമുള്ള 300 മാർക്കിൻ്റെ ഒരേ ഒരു പേപ്പറായിരിക്കും പരീക്ഷയ്ക്കുണ്ടായിരിക്കുക. ഈ ഒരു പേപ്പറിൽ തന്നെ A പാർട്ട് അതുപോലെ തന്നെ B പാർട്ട് എന്നീ 2 രൂപത്തിൽ തരംതിരിച്ചതായിട്ട് കാണാൻ സാധിക്കും. 2 മണിക്കൂറുള്ള A വിഭാഗത്തിൽ വിഷ്വലൈസേഷൻ ആൻഡ് സ്പേഷ്യൽ റീസണിംഗ്, പ്രാക്ടിക്കൽ ആൻഡ് സയൻറ്റിഫിക് നോളജ്, ഒബ്സർവേഷൻ ആൻഡ് ഡിസൈൻ സെൻസിറ്റിവിറ്റി, എൻവറോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റി, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിംഗ്, ലാംഗ്വേജ്, ക്രിയേറ്റിവിറ്റി എന്നിവ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഉത്തരം നൽകണം. 1 മണിക്കൂർ നേരത്തെ B വിഭാഗത്തിൽ സ്കെച്ചിങ്ങിലൂടെ ചിത്രരചനാവാസന, ഡിസൈൻ അഭിരുചി എന്നിവ പരിശോധിക്കുകയും ചെയ്യും. UCEED പരീക്ഷയുടെ സിലബസ് ഇൻഫർമേഷൻ ബ്രോഷറിൽ ലഭ്യമാണ്. കഴിഞ്ഞ 11 വർഷത്തെ ചോദ്യക്കടലാസുകളും ഉത്തരങ്ങളും സൈറ്റിലെ ഡൗൺലോഡ് ലിങ്കിൽ ലഭിക്കുന്നതുമാണ്. പരീക്ഷയുടെ ഫലം മാർച്ച് 6 പ്രസിദ്ധീകരിക്കും. മാർച്ച് 10 മുതൽ ജൂലൈ 31 വരെ സ്കോർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 7 സ്ഥാപനങ്ങളിലെ BDS പ്രവേശനത്തിന് 4000 രൂപയടച്ച് ഒറ്റ അപേക്ഷ മാർച്ച് 14 മുതൽ ഏപ്രിൽ 10 വരെ സമർപ്പിക്കാവുന്നതാണ്. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷാ ഫീ ഒരുപോലെ തന്നെ. 5 റൗണ്ടിലെ സീറ്റ് അലോട്ട്മെൻറ്റ് സമയക്രമം അഡ്മിഷൻ ലിങ്കിൽ ലഭ്യമാണ്. +2-ൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവ ഐച്ഛികമായി പഠിച്ചവരെ 6 IIT-കളിലേക്കും പ്രവേശനത്തിന് പരിഗണിക്കുന്നതാണ്. +2-ൽ ഏത് ഐച്ഛിക വിഷയങ്ങളും, അത് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ഏതുമായിക്കോട്ടെ, പഠിച്ചവർക്ക് ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ഇൻഡോർ IIT-കളിലേക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടായിരിക്കുക. എന്നാൽ ജബൽപൂർ IIITDM-ലേക്ക് പ്രവേശനത്തിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലെങ്കിൽ ബയോളജി +2-ൽ നിർബന്ധമായും പഠിച്ചിരിക്കണം. അടുത്തതായി SEED. മാസ്റ്റർ ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ PhD തലങ്ങളിലുള്ള ഡിസൈൻ പഠനത്തിനാണ് SEED സ്കോർ ഉപയോഗിക്കുന്നത്. SEED സ്കോർ ഉപയോഗിച്ച് MDes കോഴ്സിന് ബോംബെ, ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ്, ജോധ്പൂർ, കാൻപൂർ, റൂർക്കി IIT-കളിലും ജബൽപൂർ, കാഞ്ചീപുരം IIITDM-കളിലും ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ സ്ഥാപനങ്ങളിലും അപേക്ഷിക്കാവുന്നതാണ്. അതേസമയം ബോംബെ, ഡൽഹി, ഗുവാഹത്തി, ഹൈദരാബാദ്, കാൻപൂർ IIT-കളിലും കാഞ്ചീപുരം IIITDM-ലും ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ സ്ഥാപനങ്ങളിലും SEED സ്കോർ ഉപയോഗിച്ച് നമുക്ക് PhD-ക്കും അപേക്ഷിക്കാവുന്നതാണ്. SEED സ്കോർ ഉപയോഗിച്ച് പ്രവേശനം നേടാവുന്ന മറ്റ് 17 ഡിസൈൻ സ്കൂളുകളിലെയും പ്രോഗ്രാമുകളുടെ പുതുക്കിയ ലിസ്റ്റ് സൈറ്റിലെ പ്രോഗ്രാംസ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. ചിത്രരചനയ്ക്ക് പുറമെ യുക്തിചിന്ത, നിരീക്ഷണ പാടവം, സർഗാത്മകത, രൂപകൽപ്പനയ്ക്കുള്ള അഭിരുചി, സംവേദനക്ഷമത, പരിസ്ഥിതി അല്ലെങ്കിൽ സാമൂഹിക ബോധം, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ റീസണിംഗ്, ആശയവിനിമയ നൈപുണ്യം, പ്രശ്നനിർദ്ധാരണ ശേഷി മുതലായവയും SEED-ൽ പരിശോധിക്കുന്നതാണ്. പരീക്ഷ 2 ഭാഗങ്ങളായിട്ടാണ് നടത്തപ്പെടുന്നത്. A പാർട്ടിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് 1 മണിക്കൂർ 150 മാർക്കിൻ്റെ പരീക്ഷയായിരിക്കും.
ബി പാർട്ടിൽ കടലാസിൽ എഴുതുകയും രൂപകൽപ്പന ചെയ്ത് വരയ്ക്കുകയും വേണം. 2 മണിക്കൂറിൽ 5 ചോദ്യം, ആകെ 100 മാർക്കായിരിക്കും അതിനുണ്ടായിരിക്കുക. എ പാർട്ടിലെ മാർക്കിന് 25%, ബി പാർട്ടിലെ മാർക്കിന് 75% എന്ന ക്രമത്തിൽ വെയിറ്റേജ് നൽകിയാണ് ഫൈനൽ സ്കോർ തീരുമാനിക്കുന്നത്. 2 പാർട്ടിലും എല്ലാവരും പങ്കെടുക്കണമെങ്കിൽ കൂടി എ പാർട്ടിൽ മികവുള്ളവരുടെ ഉത്തരങ്ങൾ മാത്രമേ ബി പാർട്ടിയിൽ മൂല്യനിർണ്ണയം ചെയ്യുകയുള്ളൂ. പരീക്ഷാഫലം മാർച്ച് 24 പ്രസിദ്ധീകരിക്കുന്നതുമാണ്. സീഡിന് അപേക്ഷിക്കാനുള്ള യോഗ്യത കൂടി നമുക്ക് പരിചയപ്പെടാം. +2 കഴിഞ്ഞ് 3 വർഷമെങ്കിലും ദൈർഘ്യമുള്ള ഡിഗ്രി, ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിഗ്രി എന്നിവ വേണം. 2026 ജൂലൈയിൽ ഫൈനൽ പരീക്ഷ എഴുതിയാലും മതിയാവും. SSLC കഴിഞ്ഞ് 5 വർഷത്തെ GD ആർട്സ് ഡിപ്ലോമ ജയിച്ചവരെയും പരിഗണിക്കുന്നുണ്ട്. പ്രവേശിക്കാൻ താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളിൽ വിശേഷ യോഗ്യതകൾ വേണമെങ്കിൽ അവയും പാലിക്കേണ്ടതായി വരും. സീഡ് എഴുതാൻ പ്രായപരിധിയൊന്നുമില്ല, പലതവണ എഴുതുകയും ചെയ്യാം. 2010 മുതൽ നടന്ന 16 പരീക്ഷകളിലെ ചോദ്യക്കടലാസുകളും ഇവയിൽ 6 ഉത്തരങ്ങളും സൈറ്റിലെ ഡൗൺലോഡ്സ് എന്ന ലിങ്കിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭിക്കും. യുസീഡിനും സീഡിനും വെവ്വേറെ ഇൻഫർമേഷൻ ബ്രോഷറുകളും ഉണ്ട്.